നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന മലബാർ ഗ്രൂപ്പിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നമുക്കറിയാവുന്ന പോലെ മലബാർ ഗ്രൂപ്പിൽ നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. അതായത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അതുപോലെ തന്നെ മലബാർ ഡെവലപ്പേഴ്സ്, അതുപോലെ മാൾ ഓഫ് ട്രാവൻകൂർ, ഇഹം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, മലബാർ വാച്ചസ്, മലബാർ ഹൈപ്പർ മാർട്ട് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന മലബാർ ഗ്രൂപ്പിന് കീഴിലുള്ളത്. നീരായി, തലശ്ശേരി കിച്ചൺ, അതുപോലെ തന്നെ ഗ്രീൻ ടെമ്പിൾ ഓർഗാനിക് ഫാം എന്നീ സ്ഥാപനങ്ങളും M24 എക്സ്ക്ലൂസീവ് സർവീസസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ പറയുന്ന മലബാർ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ മലബാർ ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. malabarjobs.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ മലബാർ ഗ്രൂപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലായിട്ട് നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത് ഒരു കരിയർ വെബ്സൈറ്റാണ് മലബാർ ഗ്രൂപ്പിൻ്റെ. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം തന്നെ കയറിയാൽ തന്നെ നമുക്ക് മുകളിലത്തെ ടാബിലായിട്ട് അവസാനത്തെ ഒരു ലോഗിൻ എന്നൊരു ബട്ടൺ ഇവിടെ കാണാം. ഏറ്റവും മുകളിലത്തെ ടാബിൽ അവസാനമായിട്ട് ലോഗിൻ എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനിയല്ല, നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ഈ ഒരു ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കൂടി ഇവിടെ കാണാം. ആ ഒരു രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഒരു പാസ്വേഡ് നൽകുക. ഒരിക്കൽ കൂടി ആ പാസ്വേഡ് കൺഫേം ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഐ അഗ്രി ബട്ടൺ ഇവിടെയുള്ള ഈ ഒരു ടിക്ക് മാർക്ക് കൂടി എനേബിൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ നൽകുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കൂടി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക, എന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം അല്ലാതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഈ പറയുന്ന ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകുക. അതിനുശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ കാണുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുക. അതിനുശേഷം മുകളിലത്തെ ടാബിൽ തന്നെ ഇവിടെ ജോബ്സ് എന്നൊരു സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇവിടെയാണ് നിലവിലുള്ള ഒഴിവുകളെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് കരിയർ ബൈ ബിസിനസ്. അതായത് മലബാർ ഗ്രൂപ്പിൻ്റെ ഈ പറയുന്ന ഏതെങ്കിലും സ്ഥാപനം സെലക്ട് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിൽ നിലവിലുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കരിയർ ബൈ ഫംഗ്ഷൻ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ 2 പോസ്റ്റുകളിലേക്കും, കോർപ്പറേറ്റ് അഫയേഴ്സിൽ 1 പോസ്റ്റിലേക്കും, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ 1 പോസ്റ്റിലേക്കും, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിൽ 2 പോസ്റ്റിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 2 പോസ്റ്റ്, അത്തരത്തിൽ ഇവിടെ ഓപ്പറേഷൻസിൽ 9 പോസ്റ്റുകൾ, പ്രൊജക്ട്സിൽ 2 പോസ്റ്റുകൾ, മാർക്കറ്റിംഗിൽ 2 പോസ്റ്റുകൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ 1 പോസ്റ്റ് എന്നിങ്ങനെ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇതിലെ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഒഴിവുകൾ നമുക്ക് ഈ ഒരു പേജിൽ നമുക്ക് റിപ്പോർട്ട് ആവുന്ന നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നിലവിലുള്ള ജോബ് മുഴുവൻ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് അറിയുവാൻ കഴിയും. ഇവിടെ കാണാം 36 ജോബ് ടൈറ്റിൽസ് ആണ് നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. 36 റോളുകളിലേക്കാണ്, 36 വിവിധ പോസ്റ്റുകളിലേക്കാണ്, 36ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. എത്ര ഒഴിവുകളുണ്ട് എന്നതല്ല ഇതിൽ നിന്ന് നൽകിയിരിക്കുന്നത്. അതായത് എത്ര ജോബ് ടൈറ്റിലുകളാണ് നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്, എത്ര പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഓൾ ജോബ്സ് എന്ന ഭാഗത്ത് 36 എന്നുള്ള ഒരു നമ്പർ ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം സ്റ്റോർ അല്ലെങ്കിൽ ഷോറൂം മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി, അസിസ്റ്റന്റ് മാനേജർ, അതുപോലെ തന്നെ അസോസിയേറ്റ് ട്രെയിനി, ഡിജിറ്റൽ ഇമേജിംഗ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാനേജർ, ഗ്രാഫിക് ഡിസൈനർ, ഹെഡ് ഓഫ് ഇ-കൊമേഴ്സ്, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ്, ഇന്റേൺഷിപ്പ് ട്രെയിനി, മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ്, മാനേജർ HR, മാനേജർ ഗസ്റ്റ് റിലേഷൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ, ഓൺലൈൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അങ്ങനെ നിരവധി ഒഴിവുകൾ നമുക്ക് ഈ 2 പേജുകളിലായിട്ടാണ് ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രൊജക്ട് കോർഡിനേറ്റർ, സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി, സെയിൽസ് മാനേജർ, സീനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ മെർച്ചൻഡൈസർ, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഷോറൂം മാനേജർ, സീനിയർ ഇലക്ട്രീഷ്യൻ, ജൂനിയർ ഇലക്ട്രീഷ്യൻ, സ്റ്റാഫ് എഞ്ചിനീയർ, സ്റ്റോർ മാനേജർ, സെക്യൂരിറ്റി ഓഫീസർ, വിഷ്വലൈസേഷൻ ഡെവലപ്പർ തുടങ്ങിയിട്ടുള്ള നിരവധി ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റുകളും നിലവിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി 36ഓളം ജോബുകളാണ് നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള. എത്ര ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടില്ല. നിരവധി ഒഴിവുകൾ നമുക്ക് ഓരോ പോസ്റ്റിൽ നമുക്ക് ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക.
എന്തായാലും എല്ലാ പോസ്റ്റുകളും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി എന്നൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഏതൊരു പോസ്റ്റിലും അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ കഴിയും. ഇതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് കാലിക്കറ്റ്, കാഞ്ഞങ്ങാട്, പെരിന്തൽമണ്ണ, തലശ്ശേരി, തിരൂർ, വടകര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക്, അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്ക് നിലവിൽ ആളുകളെ എടുക്കുന്നത്. ഒഴിവുകൾ നൽകിയിട്ടില്ല, ലൊക്കേഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 22 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാമെന്നാണ് നൽകിയത്. അപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. 10,000 രൂപ മുതൽ 15,000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന തുടക്ക സാലറി എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനിയിലേക്ക് അപേക്ഷിക്കുന്ന ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന ഒഴിവാണിത്. അത്തരത്തിൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ട്. ഇത്തരത്തിൽ ഏത് പോസ്റ്റ് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് താഴെ അപ്ലൈ ചെയ്യാവുന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ യോഗ്യരായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പേജ് തന്നെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ആവശ്യപ്പെടുന്ന മൊബൈൽ നമ്പർ, പാസ്വേഡാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇവിടെ മൊബൈൽ നമ്പർ, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ചോദിക്കില്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ആവശ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം തന്നെ നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്യുക. അത്തരത്തിലാവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ. കാരണം നിങ്ങളുടെ റെസ്യൂമും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അതിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിങ്ങൾ ലോഗിൻ ആയതിനു ശേഷം മാത്രം ഇത്തരത്തിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും വേണ്ട അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ. അതിന് ശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിനും അപേക്ഷിക്കേണ്ടത്. ഇവിടെ നമുക്ക് അറിയാം നിങ്ങളുടെ ഡീറ്റെയിൽസ് സഹിതം ഇവിടെ നൽകേണ്ടത് എവിടേക്കായിരിക്കും നിങ്ങൾക്ക് ഒഴിവുകൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. ചിലത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആണ്, ചിലത് സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിൽ കാലിക്കറ്റ്, ചെന്നൈ, അതുപോലെ തന്നെ മുംബൈയിലും ഒഴിവുകളുണ്ട്. അത്തരത്തിൽ നിരവധി ഒഴിവുകളിലേക്കാണ്, നിരവധി സ്ഥലങ്ങളിലേക്കാണ് നിലവിൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കെല്ലാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ 36ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നിരവധി ഒഴിവുകളാണുള്ളത്. പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇത് തമിഴ്നാട് കൂടി ഉൾപ്പെടുന്ന മേഖലയിലേക്കാണ്, അവരുടെ സ്ഥാപനങ്ങളിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. സെയിൽസ് മാനേജർ പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് എന്ന പോസ്റ്റ് ഉണ്ട്. കാലിക്കറ്റിലേക്കാണ് നിലവിൽ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ്. +2 അല്ലെങ്കിൽ SSLC പാസ്സായ ആളുകൾക്ക് 3 വർഷം മുതൽ 4 വർഷം വരെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഓരോ പോസ്റ്റും സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണോ അതിന് വേണ്ടത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിരവധി ഒഴിവുകളാണ് നിലവിലുള്ളത്. എന്തായാലും +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ, അതോടൊപ്പം തന്നെ +2 അതുപോലെ തന്നെ SSLC +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകൾ തന്നെയാണ് നിലവിൽ മലബാർ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പേജിൽ വരിക. ഈ ഒരു പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ മലബാർ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ജോബ് പോർട്ടലിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത്തരത്തിൽ നിങ്ങൾ ഓരോ പോസ്റ്റ് ഇത്തരത്തിൽ വന്ന് ഓരോ പോസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽസ് ഇത്തരത്തിൽ വായിച്ച് നോക്കുക, ക്വാളിഫിക്കേഷൻ പരിശോധിക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പേജിൽ നിന്നും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വന്നതിന് ശേഷം, ഈ ഒരു വെബ്സൈറ്റിൽ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫോം ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക, അതിനുശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP കൂടി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ഓൺലൈൻ ഫോം അവിടെ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക, നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എൻ്റർ ചെയ്യുക, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ലീവ് ചെയ്യുക. അത്തരത്തിൽ നിരവധി ഓപ്ഷൻസ് ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടാബിൽ കാണുന്ന ജോബ്സ് എന്ന സെക്ഷനിൽ വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവരുടെ ഓരോ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഒഴിവുകൾ പരിശോധിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിലവിലുള്ള എല്ലാ ഒഴിവുകളും ഇത്തരത്തിൽ ഓപ്പൺ ആയി വരും. 2 പേജുകളിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ 36ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നതെന്ന് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഒഴിവുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. എന്തായാലും നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും SSLC +2 ഡിഗ്രി തുടങ്ങിയിട്ടുള്ള യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അവസാന തീയതിയൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ജോബ് പോർട്ടലിൽ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്രത്യക്ഷമാവുന്നതിന് മുൻപേ തന്നെ, അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിമൂവ് ചെയ്യുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഇതുപോലെ ഈ പറയുന്ന ഈ ഒരു പേജോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.